നായർ, സബ് കളക്ടർ ഇടുക്കി, ബ്രില്യന്റിന്റെ പൂർവ്വ വിദ്യാർത്ഥി. ഇതില് ഏത് പറഞ്ഞാണ് ഞാൻ വ്യൂവേഴ്സിനെ പരിചയപ്പെടുത്തേണ്ടതെന്ന ചെറിയൊരു ഡിലമയിലാണ് ഇപ്പോൾ. ബ്രില്യന്റിന്റെ വിദ്യാർത്ഥിയായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നോ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ആസ്പിരന്റിന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ 4ാം റാങ്കോടുകൂടി ഓൾ ഇന്ത്യയിൽ 66ാം റാങ്കോടുകൂടി MBBS ചെയ്ത ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങളോട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന്, അതിനപ്പുറം ഇന്ന് ഞങ്ങളുടെ എലൈറ്റ് ക്യാമ്പിൽ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറായി വന്നു നിന്ന് കുട്ടികളെ കയ്യിലെടുത്ത വ്യക്തിത്വമായിട്ടാണോ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കേണ്ടതെന്ന ചെറിയൊരു ഡൗട്ടോടുകൂടി തന്നെ ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു. ബ്രില്യൻറ്റിലേക്ക് കടന്നു വന്ന ഈ നിമിഷം ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ബ്രില്യൻറ്റിനെ കാണാനാണോ, ഒരു ഡോക്ടറായിട്ട് നീറ്റ് ആസ്പിറൻസിനോട് പറയാനുള്ള വാക്കുകളായിട്ടാണോ, അതുമല്ലെങ്കിൽ സിവിൽ സർവൻറ്റ് അല്ലെങ്കിൽ IAS ഓഫീസർ എന്നുള്ള രീതിയിൽ സൊസൈറ്റിയിൽ കുട്ടികളോട് അവരെ ഇൻസ്പിറേഷണൽ രീതിയിൽ പറയാനാണോ അങ്ങക്ക് ഏറ്റവും ഇഷ്ടം? അല്ല, ഇതെല്ലാം ശരിക്കും എൻ്റെ ലൈഫിൻ്റെ പാർട്ട് തന്നെയാണ്. ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഡോക്ടറാണ്, സിവിൽ സർവൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇതിനെ ഒന്നിനെയും അടർത്തി മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ ചിന്തകളിലൊക്കെ ഈ ഒരു ഐഡിയാസിൻ്റെ എല്ലാം കൂടി ഒരു കോംപ്രിഹെൻഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെയും അടർത്തിയെടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ബ്രില്യൻറ്റിലേക്ക് വന്നത് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ഞാൻ പഠിച്ച ഒരു സ്ഥാപനത്തിലേക്ക്, അവിടുത്തെ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വിശിഷ്ടാതിഥിയായി വരാൻ കഴിയുക എന്ന് പറയുന്നത് ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമായിട്ടുള്ളൊരു നിമിഷമാണ്. ഒരു അധ്യാപിക ഒരു സ്റ്റുഡൻറ്റിനെ കാണുന്നതിനപ്പുറം ഒരു IAS ഓഫീസറിനെ കാണുന്ന ഒരാളിൻ്റെ അഭിമാനത്തോടെ ഞങ്ങളുടെ കുട്ടികളോട് അങ്ങേക്ക് ഒറ്റ വാക്കിൽ പറയാൻ എന്തായിരിക്കും ഉള്ളത്? കുട്ടികളോട് പറയാൻ ഒറ്റ വാക്കിൽ പറയാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നതെന്ന് തോന്നുന്ന, നിങ്ങളെ സംതൃപ്തരാക്കുന്ന ഒരു ജീവിതം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ കുട്ടികളോട് പറയാനുള്ളത്. ആ ജീവിതത്തിൽ അവരുടെ സ്വകാര്യ ജീവിതം വരാം, അവരുടെ പ്രൊഫഷണൽ ലൈഫ് വരാം, അവരുടെ ജോലി ഉണ്ടാകാം, അവരുടെ സ്വപ്നങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നതാണ് ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വേണം അവരുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാനുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് ഞാനൊരു ഇൻസ്പിറേഷനായിട്ട് മാറുമെന്ന് അല്ലെങ്കിൽ മാറണമെന്ന് എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നോ? അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിരുന്നോ? ഇല്ല, ഇപ്പോഴും എനിക്ക് ആരെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാനിപ്പോഴും പലപ്പോഴും പറയാറുള്ള കാര്യം, എനിക്ക് ആരെയും ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ മനുഷ്യനും യുണീക്കാണ്. അപ്പോൾ ഒരാളെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വേറൊരാളിലേക്ക് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഇത്രയും കാലത്ത് ജീവിതത്തിനിടയ്ക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇംബൈബ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അതിനെ മനസ്സിലാക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ അവർക്ക് റീവർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. ഒരുപക്ഷെ അങ്ങയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയും ഇത് തന്നെയാണ്. ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ട് ഞങ്ങളുടെ കുട്ടികളോട് ഇത്രയും സംസാരിക്കുകയും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു വാക്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ചെറുതിലെ തന്നെ തുടങ്ങിയൊരു ആഗ്രഹമല്ല സിവിൽ സർവൻറ്റ് എന്നെനിക്ക് തോന്നുന്നു. ഏത് സമയത്താണ് അങ്ങ് പെട്ടെന്ന് ഒരു മാറ്റം, അല്ലെങ്കിൽ എനിക്കൊരു ആതുര ശുശ്രൂഷ രംഗത്ത് നിന്ന് മാറി കുറച്ചുകൂടെ നന്നായിട്ട് സൊസൈറ്റിയിലേക്ക് എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഓരോ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു ഗ്രൂപ്പിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലേക്ക് വന്നപ്പോഴാണ്. ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് അതൊന്ന് കുട്ടികൾക്കായി പറയാമോ? ശരിക്കും ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ സ്കൂൾ ടൈമിൽ എനിക്ക് ഒരു ഡോക്ടർ ആകണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അതിനുശേഷം MBBSന് ചേർന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഹൗസ് ഏജൻസിയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മെഡിക്കൽ പ്രൊഫഷൻ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രൊഫഷൻ ഷിഫ്റ്റ് വരാനുള്ള ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ചെറുതിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നീട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോഴാണ് ഈ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു നല്ല തീരുമാനം എടുക്കണം എന്നാണ് അങ്ങ് നമ്മുടെ കുട്ടികളോട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഒരു 7th 8th 9th ഒരു കുട്ടി സ്വന്തമായിട്ടൊക്കെ ഒന്ന് തീരുമാനിക്കണം, എനിക്ക് ആരായി തീരണം എന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവർ നടക്കുന്നത്. അപ്പോൾ അങ്ങും ആ ഒരു സമയത്ത് ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച് മെഡിക്കൽ സ്വപ്നം കണ്ട് സിവിൽ സർവീസിലേക്ക് വന്ന ആളാണ്. അതിനുവേണ്ടി സമൂഹത്തിന് അല്ലെങ്കിൽ ബ്രില്യൻറ്റിന് നമ്മുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഒന്ന് പറഞ്ഞു.
അല്ല, മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു ഒരു മേജർ ഷെയറും. എവിടുന്നായിരുന്നു ആദ്യത്തെ ആ തുടക്കം? ആ ഒരു നമുക്ക് ഒരാളായിത്തീരണം എന്ന് ആദ്യത്തെ ഒരു തീപ്പൊരി നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയതായിരിക്കണമല്ലോ, അത് എവിടുന്നായിരുന്നു ആ ഒരു തുടക്കം? മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് വെച്ച് തുടങ്ങിയതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ചെറുതിലേ തന്നെ ആരാകണം എന്ന് പറയുമ്പോൾ ഡോക്ടർ ആകണം എന്ന് പറയുമായിരുന്നു. അത് പിന്നെ മനസ്സിൽ എങ്ങനെയൊക്കെയോ ഉറച്ചുപോയി. പിന്നീട് അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചത്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ ഒരു അക്കാഡമിക്കലി ഒരു മെഡിക്കൽ പ്രൊഫഷനുള്ളതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ബ്രില്യൻറ്റ് തന്നെയാണ്. ഞാൻ ഒരു സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധാരണ രീതിയിൽ നിന്ന് വളർന്നു വന്ന ഒരു വിദ്യാർത്ഥിയെ വളരെ മികച്ച രീതിയിൽ ഈ മെഡിക്കൽ എൻട്രൻസ് പാസ്സാക്കി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു വലിയ സ്ഥാപനത്തിലേക്ക് അയപ്പിക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തിയത് തീർച്ചയായിട്ടും ബ്രില്യൻ പാല തന്നെയാണ്. എൻ്റെ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെയുള്ള മറ്റ് അധ്യാപകരും ഒക്കെ അതിന് വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. എങ്കിൽ കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തന്നത് തീർച്ചയായിട്ടും ബ്രില്യൻ പാലയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വർഷക്കാലം എനിക്കിപ്പോഴും ഓരോ ഇൻസിഡൻറ്റുകൾ എനിക്ക് ഓർത്തെടുക്കാനും പറ്റും ഈ സ്ഥാപനത്തിൽ നടന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി വളരെ തിരക്ക് പിടിച്ച ഒരു അവസരത്തിൽ നിന്നാണ് നമ്മുടെ എലൈറ്റ് ബാച്ചിൻ്റെ ക്യാമ്പിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട വാക്കുകളും നൽകിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നത്. നിങ്ങൾക്കെല്ലാം ഞാൻ CBSE അല്ല, ICSE അല്ല, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് ആഗ്രഹങ്ങളെ മാറ്റിവെക്കുന്ന നിങ്ങൾക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഏറ്റവും സാധാരണക്കാരനായി വളർന്നു വന്ന് ഇന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നത തലത്തിലേക്ക് എത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിനും പ്രചോദനവും പ്രേരണയുമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.